ഒരു കിടിലൻ റെസിപ്പി പറഞ്ഞു തരട്ടെ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 വഴുതനയാണ്. വഴുതനൻ്റെ അകത്ത് ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സവാള ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഒരു 4 വറ്റൽമുളകും ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വഴുതനയുടെ റെസിപ്പിക്കായിട്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മറ്റ് കറികളൊന്നും നമുക്ക് വേണ്ട. അത്രയും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയാം, നമുക്ക് മറ്റ് കറിയൊന്നും വേണ്ട. ഈ ഒരു ചമ്മന്തി തന്നെ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു.